പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 117 സങ്കീർത്തനം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണിത്, ഏൽപ്പിച്ചു തന്നിരിക്കുന്ന നിയോഗമാണിത്. ഈ സുവിശേഷം പറയാത്തിടത്തോളം കാലം മനുഷ്യരിങ്ങനെ ചിതറിക്കപ്പെട്ട് കിടക്കുകയാണെന്നേ. അങ്ങനെ പല വഴികളിലായി, പല ഭാഷകൾ പറയുന്നവരായി, പരസ്പരം മനസ്സിലാക്കാത്തവരായി ജീവിക്കുന്നവരുടെ ഇടയിൽ ചെന്ന് സുവിശേഷം പറയാൻ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പറയേണ്ട സുവിശേഷം 2ാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഉപദേശം നിങ്ങൾ മറന്നുപോയോ? മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നുവെന്ന് നിങ്ങൾ ഓർക്കാതിരിക്കുന്നത് എന്ത്? തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ടിടറിപ്പോകാതെ സുഖപ്പെടാൻ തക്ക വിധം അവയ്ക്ക് നേർവഴി ഒരുക്കുവിൻ. എല്ലാം പറയണ ഒറ്റ കാര്യമാണ്, ഒപ്പമുള്ളവരോട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ദൈവമക്കളാണെന്ന്. ഒപ്പമുള്ളവരോട് പറഞ്ഞു കൊടുക്കണം നമ്മൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളാണെന്ന്. അതുകൊണ്ട് തന്നെ ശക്തിപ്പെടുത്തേണ്ടവരുണ്ട്. തളർന്ന കാൽമുട്ടുകളെ ശക്തിപ്പെടുത്തണം. ഇങ്ങനെ ഇളകിപ്പോയ സന്ധിബന്ധങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ തക്ക വിധത്തിൽ അവരോട് ചേർന്ന് നിൽക്കണം. 1ാമത്തെ വായന പറയുന്ന കാര്യം അതാണ്. സകല ഭാഷകളും, ഞാൻ എല്ലാ ജനതകളെയും സകല ഭാഷകൾ സംസാരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു. പല ഭാഷകൾ സംസാരിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടാൻ വരുന്നവരായിട്ടാണ് 1ാമത്തെ വായനയിൽ കർത്താവിനെ നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിൽ ഒരു ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളത്, ബാബേൽ ഗോപുരത്തിൻ്റെ പണി. അത് തകർന്നു പോയതിൻ്റെ കാരണം അവരുടെ ഭാഷകൾ ചിതറിക്കപ്പെട്ടു പോയതുകൊണ്ട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. സിമന്റ് കുഴയ്ക്കുന്നവൻ്റെ ഭാഷ ചാന്ത് തേയ്ക്കുന്നവന് മനസ്സിലാവാത്തത്, ചാന്ത് തേയ്ക്കുന്നവൻ്റെ ഭാഷ പരിക്കൻ കൂട്ടുന്നവന് മനസ്സിലാവാത്തത്. പിന്നെ എങ്ങനെയാണ് ഒരു ഗോപുരം പണി പൂർത്തിയാവുക? കുടുംബത്തിൽ ഇത് ഭയങ്കര ആപ്ലിക്കബിൾ ആണെന്ന് തോന്നുന്നു. പലതും മനസ്സിലാവുന്നില്ലല്ലോ നമുക്ക്. കൂടെയുള്ളവരുടെ കണ്ണീരെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല, അവരുടെ മുഖം വാടുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല, അവരുടെ വാക്കുകളിൽ ഇങ്ങനെ ദേഷ്യം നിറയണത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല, മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് അവർ മക്കളടക്കം നമ്മളെ നേരിടുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല, സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾ എന്തിനാണ് വേദനിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ, ഒരു മൂവിയൊക്കെ കാണുമ്പോൾ വണ്ണം വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പോലും മനസ്സിലാവാതെ നമ്മൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്. അവിടെ സുവിശേഷം പ്രഘോഷിക്കാനാണ് പറയണേ. പരസ്പരം ചേർത്ത് പിടിക്കുന്ന കരുതലിൻ്റെ സുവിശേഷം, നമ്മൾ സഹോദരങ്ങളാണെന്നുള്ള ആ വലിയ ഓർമ്മപ്പെടുത്തൽ വിളിച്ചു പറയുന്ന സുവിശേഷം. അതിനുള്ള കാരണം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള വലിയ വലിയ ഒരു ബലം നൽകുന്ന ഓർമ്മപ്പെടുത്തൽ കൊടുക്കാനുള്ള സുവിശേഷം. ദൈവമക്കളാണെങ്കിൽ നമ്മൾ അവകാശികളുമാണ്, ക്രിസ്തുവിനോടൊപ്പമുള്ള അവകാശികളാണ്. നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശികളാണ്. തളർന്നിരിക്കുന്നവർക്ക് ഇതിലും വലിയ ബലം കിട്ടാനുള്ള മോട്ടിവേഷൻ വേറെ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അനാഥരല്ല, സ്വർഗത്തിൻ്റെ അവകാശികളാണ്. ദൈവം എൻ്റെ അപ്പനാണ്. ഈ ചുറ്റും നിൽക്കുന്നവരൊക്കെ എൻ്റെ സഹോദരങ്ങളാണ്. ഒറ്റയ്ക്കായി പോവാത്തിടത്തോളം കാലം ഏതൊരു ടാസ്കും, ഏതൊരു വലിയ പ്രയാസങ്ങളും, ഏതൊരു വൻമലയും നമ്മൾ അതിജീവിക്കുമല്ലോ, നമ്മൾ പൂർത്തിയാക്കുമല്ലോ, നമ്മൾ മറികടക്കുമല്ലോ. ആ സുവിശേഷം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ എത്ര തവണ വന്ന് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാലും ഞാൻ വാതിൽ തുറന്നു തരില്ലെന്നാണ് പറയണേ. കൂടെയുള്ള ഒരാളെ ചേർത്ത് പിടിക്കാൻ സ്നേഹമില്ലാത്ത ഒരാളുടെ മുൻപിൽ സ്വർഗത്തിൻ്റെ വാതിൽ എന്നേക്കുമായി അടയപ്പെട്ട് കിടക്കും എന്ന് തന്നെ വചനം ഓർമ്മപ്പെടുത്തണേ. മുട്ടിയിട്ടും തുറക്കാത്തൊരു വാതിലുണ്ടെങ്കിൽ അതിനുള്ള കാരണം എൻ്റെ കയ്യിൽ ഞാൻ ചേർത്ത് പിടിക്കേണ്ട സഹോദരങ്ങളില്ലാതെ പോകുന്നത് കൊണ്ട് തന്നെയായിരിക്കും. സുവിശേഷം വിളിച്ചു പറഞ്ഞു തുടങ്ങുക. തളർന്ന കാൽമുട്ടുകളെ ശക്തിപ്പെടുത്തി അവരോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചു തുടങ്ങാം നമുക്ക് സ്വർഗത്തിലേക്ക്. ആ ഒരു ഓട്ടപ്പന്തയം ചരിത്രം ഒരിക്കലും മറക്കാത്തതാണ്. ആ ഓട്ട മത്സരം മന്ദബുദ്ധികളായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഓട്ട മത്സരമാണത്.
അവർ 8 പേര് ഓടിത്തുടങ്ങുന്നു. തുടങ്ങിയൊരു പകുതിയാകുമ്പോഴേക്കും 8 പേരിൽ ഒരാൾ കാല് തട്ടി നിലത്ത് വീഴുന്നു. ബാക്കി 7 പേരും ഓടിത്തുടങ്ങുന്നുണ്ട്, മുന്നോട്ട് ഓടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ആയുന്നതിനിടയ്ക്ക് തങ്ങളിൽ ഒരാൾ താഴെ വീണ് പോയെന്ന് എല്ലാവർക്കും ഒരുപോലെ സിഗ്നൽ കിട്ടിയത് എങ്ങനെയാണെന്നറിയില്ല. എന്തായാലും അവർ ഒരുമിച്ച് ഓട്ടം നിർത്തുന്നു. വീണ് കിടക്കുന്നവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ എല്ലാവരും കൂടി താങ്ങി എഴുന്നേൽപ്പിച്ച് 8 പേരും കൂടി ഫിനിഷിംഗ് ലൈനിലേക്ക് പോകുന്നൊരു കാഴ്ച കണ്ടിട്ട് കൈയടിക്കാൻ പോലും മറന്ന് ഇങ്ങനെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നൊരു ജനക്കൂട്ടം. അത് ചരിത്രം മറക്കാത്തൊരു കാഴ്ചയാണ്. വിജയത്തിലേക്ക് എത്തുന്നത് ഒരുമിച്ചാണ്. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നത് ഇതുപോലുള്ള സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾക്ക് മുൻപിൽ, സഹോദര സ്നേഹം പ്രഘോഷിച്ചിട്ടുള്ളവരുടെ മുന്നിൽ, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെന്ന് മറ്റുള്ളവർക്ക് ഉറപ്പും ബോധ്യവും കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ചിട്ടുള്ളവരുടെ മുൻപിൽ മാത്രമായിരിക്കും. അതല്ലാതെ വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു പറഞ്ഞവരുടെ മുൻപിൽ ആയിരിക്കില്ല എന്ന് വചനം പറയുമ്പോൾ ഇതെത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സുവിശേഷം പറയാനായിട്ടുള്ളതിൻ്റെ വലിയൊരു കാരണം കൂടിയാണ് നമുക്ക് മുൻപിൽ ചുരുളഴിഞ്ഞു കിട്ടുന്നത്. കാരണം സ്വർഗം എൻ്റെ മുൻപിൽ തുറക്കപ്പെടണമെങ്കിൽ ഈ സുവിശേഷം ഞാൻ വിളിച്ചു പറഞ്ഞേ പറ്റുള്ളൂ. ബെനഡിക്റ്റ് 16 പാപ്പയാണ് നവസുവിശേഷവൽക്കരണം പറഞ്ഞത്. അതായത് വീട്ടിൽ പറ, നിങ്ങൾ സുവിശേഷം, വീട്ടിൽ സുവിശേഷം പറ, നിങ്ങൾ ദൈവമക്കളാണെന്ന് പറ, നമ്മൾ സഹോദരങ്ങളാണെന്ന് പറ, നമ്മൾ പരസ്പരം ബലപ്പെടുത്തേണ്ടവരാണെന്ന് പറ, കാൽമുട്ടുകൾ പരസ്പരം ശക്തിപ്പെടുത്തേണ്ടവരാണെന്ന് പറ, പരസ്പരം കരം ചേർത്ത് പിടിച്ചിരിക്കേണ്ടവരാണെന്ന് പറ. എപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുടുംബത്തിൽ? ഈ ഒരു നിമിഷത്തിൽ ഇപ്പോൾ കൂടെയുള്ളവരുടെ കരം ചേർത്ത് പിടിച്ചിട്ടൊന്ന് പറഞ്ഞു തുടങ്ങണം, നീ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. നമ്മളിങ്ങനെ പരസ്പരം ചേർത്ത് പിടിച്ച് ബലം കൊടുക്കേണ്ടവരാണ്. കർത്താവേ, ഈ വലിയ സ്നേഹമുള്ളിൽ നിറച്ചുകൊണ്ട് അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങൾ മുട്ടിന്മേൽ നിൽക്കുന്നു. സ്നേഹം കൊണ്ട് ലഭിക്കുന്ന വലിയ സ്വർഗീയ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് കർത്താവിൻ്റെ മുന്നിൽ മുട്ടിന്മേലായിരിക്കാം. ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. സ്വർഗം തുറക്കപ്പെടുന്നത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നാവിൽ സുവിശേഷം ഉണ്ടാകണം. സഹോദരങ്ങളോട് നമ്മളെല്ലാവരും ദൈവമക്കളാണെന്ന് വിളിച്ചു പറയുന്ന സുവിശേഷം. ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധന്മാരൊക്കെ തീക്ഷ്ണമായി ആഗ്രഹിച്ചതിൻ്റെ കാരണം ഇതാണ്. അതില്ലാതെ, അവരുടെ ആത്മാക്കളെ കൂടെ നേടാതെ സ്വർഗം തങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടില്ല എന്നുള്ള വലിയ തിരിച്ചറിവിലാണ് ഈ പ്രാർത്ഥനകൾ ഇങ്ങനെ തീഷ്ണതയോടെ നടന്നത്. ആ ഒരു പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്കും കിടക്കകളിലേക്ക് പോകാം. സ്വർഗം അനുഗ്രഹിക്കും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.